ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എന്താണ് എൻ്റെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസം മുന്നേ ഞാനൊരു Q&A ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ 150 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ആരും ക്വസ്റ്റ്യൻ ചോദിക്കുമോ, ഇനിയിപ്പോൾ ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്തത് വെറുതെ ആയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസും പിന്നെ ഒരു ഹാർട്ട്, നമ്മുടെ ഇത് ലവ് ചിഹ്നമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു, ഇനിയും ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ളൊരു ഇതിൽ. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആദു വിഷ്ണു ആണ് കേട്ടോ. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 2 കുട്ടികളുണ്ടായതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ആദ്യത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ 8 മാസത്തിൽ അവളെ പ്രസവിച്ചതാണ്. അപ്പോൾ 8 മാസം ഞാൻ ഹാപ്പി ആയിട്ട് നടന്നിട്ട് 8-ാം മാസം ഭയങ്കര ടെൻഷനായി, പ്രഷർ കൂടി, 100 കിലോ വെയിറ്റ് കഴിഞ്ഞു. എന്നിട്ട് പ്രഷർ ഭയങ്കര കൂടി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം വെറുതെ ചെക്കപ്പിന് വേണ്ടി പോയിട്ട് പെട്ടെന്നൊരു ദിവസം അഡ്മിറ്റ് ആക്കി. അങ്ങനെ ക്രിട്ടിക്കലായിരുന്നു അവളുടെ. രണ്ടാമത്തെ അതിൻ്റെ ഇടയിൽ ഒരു അബോർഷനും കഴിഞ്ഞു. പിന്നെ ഡെലിവറി ചെയ്തപ്പോൾ ഇവന് മറ്റേ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡുണ്ടുവിന് ഭയങ്കരമായിട്ട് അബോർഷൻ ചെയ്യണം, മറ്റേത് മർച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറേ ഇവിടെ തൃശ്ശൂർ ഒരുവിധം ആശുപത്രിയിലൊക്കെ ഞാൻ പോയി. അപ്പോഴൊക്കെ എല്ലാവരും അബോർഷൻ ചെയ്യണം, കാരണം എൻറ്റി വാല്യൂ കൂടുതലായിരുന്നു അവന്, 6 ആയിരുന്നു. അപ്പോൾ അത് കുട്ടികളിൽ മറ്റേ എന്താ പറയാൻ, മന്ദബുദ്ധിയാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞാൻ മറ്റേ എറണാകുളമുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ടാണ്, അവിടുത്തെ ഡോക്ടറെ പേര് റൈമണ്ട് എന്നുള്ള ഡോക്ടറായിരുന്നു. ആ ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ വന്ന് നമുക്ക് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാം, എന്നിട്ട് നമുക്ക് അബോർഷനിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടെൻഷൻ അടിച്ച് ഉണ്ടായതാണ് അവൻ. അപ്പോൾ എനിക്ക് 2 പ്രസവവും ജീവിതത്തിൽ ടെൻഷൻ അടിച്ച് കിട്ടിയ 2 കുട്ടികളായ കാരണം അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എനിക്ക് വലിയ സന്തോഷങ്ങൾ പുറകെ പോണ ഒരാളല്ല ഞാൻ, കാരണം അതിനപ്പുറം വലിയൊരു കരച്ചിലുണ്ടാവും, കാത്തിരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെറിയ സന്തോഷങ്ങൾ, അതായത് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് മേടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പുട്ടെങ്കിലും മേടിച്ചാൽ അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും ചെറിയ സന്തോഷങ്ങളിൽ ഭയങ്കര ഹാപ്പി ആവുന്ന ആളാണ് ഞാൻ. ഒന്നും വേണ്ട, നമ്മുടെ മറ്റേ കൈപ്പറമ്പ് വരെ ഒന്ന് വണ്ടിയിൽ പോയാൽ മതി, കാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയി, അത്രയും മതി നമുക്ക്. ആ ഒരു ചെറിയ സന്തോഷങ്ങൾ അത്ര. അത് എനിക്ക് തോന്നുന്നു ഈ മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു പ്രോബ്ലം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അശ്വതി അച്ചുവാണ് കേട്ടോ. ചേച്ചിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതും അതുപോലെ തന്നെ ഓർക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്തതും ആയിട്ടുള്ള 2 സംഭവങ്ങൾ. മറക്കാൻ പറ്റാത്ത സംഭവം, 2-3 മാസം മുന്നേ നമ്മുടെ ഡുണ്ടുവിന് പൊള്ളലേറ്റു. അതായത് ഞാൻ കിച്ചണിൽ നമ്മൾ പപ്പടം കാച്ചിട്ട് വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിൽ അങ്ങനെ വെച്ചു. ഞാൻ മുറിയിൽ അത് കഴിഞ്ഞ് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുമ്പോഴേക്കും ഇവൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇവൻ അടുക്കളയിൽ പോയിട്ട് ആ ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ടല്ലോ അതൊന്ന് പിടിച്ച് വലിച്ചു. അപ്പോൾ ആ സാധനം ഷെയ്ക്ക് ചെയ്തപ്പോൾ ഇവൻ്റെ മേത്തേക്ക് വെളിച്ചെണ്ണ വീണു. ഒരു 26% പൊള്ളലേറ്റു. ഇവിടെ ഞങ്ങൾ നെയിലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജൂബിലിക്ക് വിട്ടോളം പറഞ്ഞു. ജൂബിലിയിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റേ അവിടെ നിന്നും മാറി നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള EMC നമ്മൾ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവിടെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ പറയുന്നു. ഡോക്ടറൊക്കെ നല്ല ഡോക്ടറായിരുന്നു. അങ്ങനെ അവനൊരു 10-13 ദിവസം ICUവിൽ കിടന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവം. അത് എന്താ പറയുക, എനിക്ക് കുഞ്ചുനൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പവും വന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പനി വന്നിട്ട് പോലും അധികം അഡ്മിറ്റ് ആക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ ഇവൻ്റെ കുറുമ്പും ഭയങ്കര ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ ഈ പ്രായം ഇതാണല്ലോ. അപ്പം അതാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ മറക്കാനാവാത്ത സംഭവം. പിന്നെ രണ്ടാമത്തെ മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ഡെലിവറിയുടെ ക്രിട്ടിക്കലായിട്ട് കുറേ നാൾ നടന്നിട്ടുണ്ട്. ടെൻഷൻ അടിച്ച് അബോർഷൻ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. 2 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, അത് മതിയല്ലോ, അതന്നെ ഉള്ളൂ. അതാണ് ജീവിതത്തിൽ രണ്ടാമത്തെ മറക്കാനാവാത്ത സംഭവം. ആ കുട്ടിയുടെ ഡുണ്ടുവിൻ്റെ തന്നെ പ്രസവം ഭയങ്കര ക്രിട്ടിക്കൽ. മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ഹാർട്ടിൻ്റെ ചിഹ്നമാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, മുകളിൽ ഫോട്ടോ വെച്ചിട്ട് കാണിച്ചു തരാം. അത് വിഷ്ണു എന്ന് പറഞ്ഞൊരു ആളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ, ഭയങ്കര ചൂട് കാറിലിരിക്കണ കാരണം ഉണ്ണി ഉറങ്ങണ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കണ എല്ലാവർക്കും, അതായത് എനിക്ക് പേടിയായിരുന്നു എന്തെൻ്റെ വീഡിയോ ക്ലിക്കാവല്ല,
നമ്മൾ എന്താ പറയുക ഒരു 1K എങ്കിലും വ്യൂ കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എനിക്ക് 1K ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2K ആയി, 3K ആയി, അങ്ങനെ ഇതിൻ്റെ പക്ഷെ ഒരു കാര്യം കേട്ടോ, നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടണം, എന്നാലാണ് നമുക്ക് വ്യൂസൊക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടില്ല. എൻ്റെ 2, 3, 4, 5 വ്യൂസ് തീരെ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലൊന്ന്. പക്ഷെ അങ്ങനെ ആരും ചെയ്യരുത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂസ് കുറവായിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കണം യൂട്യൂബേഴ്സിന് വേണ്ടി. ഇതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെന്താ, അപ്പം ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ. അതായത് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. എൻ്റെ വ്യൂസ് ഞാൻ പറഞ്ഞല്ലോ 3K ഒക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ സബ്സ്ക്രൈബർ ഇപ്പോഴും 235 അപ്പോൾ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവരത് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കറിയാതെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കറിയാം നിങ്ങൾ കാണേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെന്താ പറയാൻ വന്നത്, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.